ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ബൊക്കെ ഉണ്ടാക്കിയാലോ. ഇതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്: 2 ഫ്ലവേഴ്സ്, സ്റ്റെം വയർ, സാറ്റിൻ റിബൺ, സെല്ലോ ടാപ്പ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എല്ലാ ഫ്ലവേഴ്സും ഒന്നിച്ചിട്ടല്ലേ ഇരുന്നിരുന്നത്, അത് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിനുശേഷം ഇതേപോലെ സെല്ലോ ടാപ്പ് ചിറ്റിയെടുക്കണം. ചിറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഫ്ലവേഴ്സും ലീഫും ഒക്കെ ഒരുമിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചിറ്റിയെടുക്കാൻ. കുറച്ച് ഇറക്കിയിട്ട് ചിറ്റിയെടുക്കണം. ഇതേപോലെ നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിക്കേണ്ടതാണ്. എല്ലാ ഫ്ലവേഴ്സിനും എല്ലാത്തേക്കും ഇതേപോലെ ചിറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റെം വയർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം എടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ ഈ ഓരോ ഫ്ലവേഴ്സും നമ്മൾ ഇതേപോലെ കയറ്റി കൊടുക്കണം. ഈ സെല്ലോ ടാപ്പ് ആ വയറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കയറ്റി കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി സെല്ലോ ടാപ്പ് ഇറക്കി ഒട്ടിച്ചത്. അപ്പോൾ ഒന്നും കൂടി അതിന് മേലെ ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഏകദേശം കൈക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ലെങ്ത്തിൽ ആ വയർ കട്ട് ചെയ്യാം. ഈ ഒരു ലെങ്ത്തിൽ വയറുകൾ കട്ട് ചെയ്ത് എടുക്കണം നമ്മൾ. ഒരു സ്റ്റെമ്മുമ്മ ഇതേപോലെ സെയിം കളർ ഫ്ലവറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 കളർ മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റെമ്മുമ്മൊക്കെ വൈറ്റും റോസും ആയിട്ട് ഇതേപോലെ എല്ലാത്തും മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതേപോലെ ചെയ്തിട്ട് എല്ലാതും ഒരുമിച്ച് പിടിച്ചിട്ട് സെല്ലോ ടാപ്പ് കൊണ്ട് ഇത് മൊത്തത്തിൽ ഒന്ന് ചിറ്റിയെടുക്കണം ഇതേപോലെ. അതിന് ശേഷം സാറ്റിൻ റിബൺ എടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊന്ന് സെല്ലോ ടാപ്പ് ഒന്ന് ജസ്റ്റ് ഒട്ടിക്കുക. നമുക്കൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് സാറ്റിൻ റിബൺ ഒന്ന് ചുറ്റി കൊടുക്കുക. ഞാൻ ഇത് ഒട്ടിക്കണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഈ B7000 കൊണ്ടൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു, ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ 1/4 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ, ഗോൾഡൻ റിബൺ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ബൊക്ക റെഡി ആയിരിക്കുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ബൊക്ക ഉണ്ടാക്കുന്നത്, അപ്പോഴാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ ചില ടൈമിൽ ഞാൻ ക്യാമറ ഉണ്ടെന്ന് മറന്നുപോയി. അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, ക്യാമറയിൽ വന്നില്ല, സോറി. അപ്പോൾ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.